ഹായ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഉപകാരപ്രദമായൊരു വീഡിയോ ആയിട്ടാണ്. നമ്മൾ ഒരു ടോപ്പ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കതിങ്ങനെ ഓൾട്രേഷൻ ചെയ്ത് എടുക്കാം എന്നാണ് വീട്ടിൽ തന്നെ. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. ആദ്യം തന്നെ നമുക്ക് ടോപ്പ് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ സ്ലീവ് അഴിച്ചു മാറ്റാം. സ്ലീവ് അഴിച്ചു മാറ്റിയിട്ട് നമുക്കതിൻ്റെ അളവുകളും കാര്യം കറക്റ്റായിട്ടുള്ള അളവ് ഒന്നിക്കൽ കസ്റ്റമർ തന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് നമ്മുടേതായ അളവ് ഉണ്ടാവും. വേറെ ടോപ്പിൻ്റെ അളവ് കറക്റ്റായിട്ട് ഷോൾഡറും കാര്യങ്ങളൊക്കെ, ഷോൾഡർ, ആം ഹോള്, ചെസ്റ്റ് ഇതൊക്കെ എടുത്ത് വെക്കണം. എന്നിട്ട് നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് നീറ്റായി വെച്ചിട്ട് അതിൻ്റെ സെൻറ്റർ നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം. മാർക്ക് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ കറക്റ്റായിട്ടുള്ള ഷോൾഡർ അവിടെ മാർക്ക് ചെയ്യാം. നമുക്ക് എന്തായാലും ഇത് റെഡിമെയ്ഡ് ടോപ്പിനൊക്കെ നമുക്ക് എന്തായാലും ഷോൾഡർ അധികമായിരിക്കും. അപ്പോൾ അത് അങ്ങനെയൊക്കെ അധികം ആകുമ്പോഴാണ് നമ്മൾ റിങ്കിൾസൊക്കെ ഹോളിൻ്റെ അടുക്ക വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് രണ്ട് വശത്തും ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ടോപ്പിൻ്റെ പിൻവശത്താണ് ചെയ്യേണ്ടത്, ചീത്ത വശത്താണ് ചെയ്യേണ്ടത്, നല്ല വശത്തല്ല. അപ്പോൾ അങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരാം. ഇൻ ഡീറ്റെയിൽ ആയിട്ടൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ രണ്ട് വശത്തും ഷോൾഡർ കറക്റ്റായിട്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ആം ഹോള് കുഴിച്ച് വെട്ടണം. അതിന് വേണ്ടി നമ്മൾ കറക്റ്റായിട്ടുള്ള ആം ഹോള് മാത്രമേ ഇതിൻ്റെ ആവശ്യമുള്ളൂ. ഇപ്പോൾ തന്നെ ആ ടോപ്പിനുണ്ട് നല്ല താഴോട്ടാണത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മൾ ഷോൾഡർ അനുസരിച്ചുള്ള മാത്രം ചെയ്താൽ മാത്രം മതി. എന്നിട്ട് ഇങ്ങനെ ബോക്സ് പോലെ വരച്ച് വയ്ക്കാം. എന്നിട്ട് നമ്മൾ ചെസ്റ്റിൻ്റെ കറക്റ്റ് അളവെടുക്കുക. അതിൻ്റെ നേരെ പകുതി ഇങ്ങനെ ആം ഹോൾ മുതൽ അപ്പുറത്തെ ആം ഹോൾ വരെ അളന്നെടുത്താൽ നമുക്ക് ചെസ്റ്റ് കിട്ടും. ആ ചെസ്റ്റിൻ്റെ നേരെ പകുതി ഒന്ന് അവിടെ മാർക്ക് ചെയ്യാം. എന്നിട്ട് നമുക്ക് നമ്മുടെ അവിടെ നിന്ന് നമുക്ക് കറക്റ്റായിട്ടുള്ള നമ്മുടെ ചെസ്റ്റിൻ്റെ അളവ് ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. നന്നായിട്ടൊന്നും ആലോചിക്കൊന്നും വേണ്ട, ബുദ്ധിമുട്ടൊന്നും വേണ്ട. ഇങ്ങനെ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് അളന്നു കഴിഞ്ഞാൽ നമ്മുടെ ചെസ്റ്റിൻ്റെ അളവ് കറക്റ്റായിട്ട് കിട്ടും. എന്നിട്ട് അതിൻ്റെ കൂടെ തയ്യൽ തുമ്പും കൂട്ടിയിട്ട് മാർക്ക് ചെയ്യണം. അപ്പോൾ ഞാനിപ്പോൾ ചെയ്തിരിക്കുന്നത് ഇങ്ങനെ വരഞ്ഞിട്ട്, അപ്പോൾ എനിക്ക് ചെറിയൊരു തയ്യൽ തുമ്പ് മാത്രമേ കിട്ടുന്നുള്ളൂ. ഇനി അതിൻ്റെ നമ്മൾ സാധാരണ ചെയ്യാറുള്ളത് പോലെ തന്നെ അതിൻ്റെ സെൻറ്റർ എടുക്കുക, മുകളിൽ നിന്ന് വരച്ച് താഴോട്ടേക്ക് വരാം. എന്നിട്ട് സാധാരണ ചെയ്യാറുള്ള പോലെ തന്നെ, കുർത്തിക്ക് ചെയ്യാറുള്ള പോലെ തന്നെ ചെയ്യാം. എന്നിട്ട് കറക്റ്റായിട്ടാണോ ആം ഹോള് കിട്ടുന്നത് നോക്കാം. അല്ലെങ്കിൽ താഴോട്ടേക്ക് വെക്കണം. അതും അല്ലെങ്കിൽ നമ്മൾ അത് അധികമാണെന്നുണ്ടെങ്കിൽ മുകളിലോട്ടേക്ക് വെക്കണം. ഓക്കെ, അങ്ങനെ നമുക്ക് ചെയ്തെടുക്കാം. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ബാക്ക് വശത്താണല്ലോ നമ്മൾ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി അത് രണ്ട് വശവും തമ്മിൽ നേരെ മടക്കി വെച്ചിട്ട് കറക്റ്റായിട്ട് അതങ്ങ് കട്ട് ചെയ്തിട്ട് വരികയേ വേണ്ടൂ. അത് ബാക്കും ഫ്രണ്ട് ആയാലും നമ്മൾ കറക്റ്റായിട്ട് ബാക്കിൻ്റെ അളവിൽ തന്നെയാണ് ഫസ്റ്റ് തന്നെ കട്ട് ചെയ്യുക. അതുകൊണ്ട് പേടിക്കൊന്നും വേണ്ട. നാല് ഭാഗവും കറക്റ്റായിട്ട് വെച്ചിട്ട് അങ്ങ് കട്ട് ചെയ്താൽ മാത്രം മതി. ഓക്കെ, ഇനി ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫ്രണ്ട് ഭാഗം കുഴിച്ച് വെട്ടണം. അപ്പോൾ ഇത് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് ഭാഗം മാത്രം നമുക്ക് എടുക്കണം. അപ്പോൾ ബാക്ക് സൈഡ് അതിൽ പെടാതെയൊക്കെ നോക്കണം. ഫ്രണ്ട് സൈഡ് മാത്രം നമുക്ക് എടുത്തിട്ട് വെട്ടാനുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതാ കണ്ടോ, ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ കറക്റ്റായിട്ട് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് മാർക്ക് ചെയ്യണം. അപ്പോൾ അതിന് മുന്നേ തന്നെ നമുക്ക് ആ ഫ്രണ്ട് മാർക്ക്, അതായത് കുഴിച്ച് വെട്ടണമല്ലോ, അതിന് വേണ്ടിയിട്ട് ഫ്രണ്ട് ആം ഹോളിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തിൽ ഫ്രണ്ട് ആം ഹോളിൻ്റെ ഭാഗം എടുക്കാം. നമ്മൾ ബാക്ക് വരഞ്ഞതുപോലെ തന്നെ അതും വരയാം. എന്നിട്ട് നമ്മൾ സാധാ ചെയ്യാറുള്ള പോലെ തന്നെ അളവുകളൊക്കെ എടുത്ത് കുഴിച്ച് വെട്ടാനുള്ള അളവുകളൊക്കെ കറക്റ്റാക്കി വെച്ചിട്ട് അങ്ങനെ കുഴിച്ച് വെട്ടാവുന്നതാണ്. എന്നിട്ടാണ് നമ്മൾ ഫ്രണ്ടിൻ്റെ ഭാഗം മാത്രം എടുക്കുക. രണ്ട് ആം ഹോള് തമ്മിലും കൂട്ടി വെച്ചിട്ട് കറക്റ്റാക്കി വെച്ചിട്ട് നമ്മളത് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ബാക്കിൻ്റെ ആം ഹോളൊന്നും അതിനിടയിൽ പെട്ടുപോകരുത്. അങ്ങനെയാകുമ്പോൾ അതും കൂടി നമ്മൾ കട്ട് ചെയ്ത് പോകും. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് ചെയ്യുക ഫ്രണ്ടിൻ്റെത്. നമുക്കത് ഞാൻ കറക്റ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. നിങ്ങളത് സമയമെടുത്ത് ചെയ്താൽ മതി. പെട്ടെന്നൊന്നും ചെയ്യേണ്ട, സമയമെടുത്ത് ചെയ്യുക. അത് നമ്മുടെ സ്വന്തമായിട്ടുള്ള കുർത്തിയിൽ ട്രൈ ചെയ്തിട്ട് മാത്രം കസ്റ്റമേഴ്സിന് അല്ലെങ്കിൽ പുറത്തുള്ള ആൾക്കാർക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതി.
ഓക്കെ. അപ്പോൾ ഇതാ ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്തിടുന്നു കറക്റ്റായിട്ട്. അപ്പോൾ നമുക്ക് നമ്മൾ സാധാരണ ഒരു കുർത്തി നമ്മൾ തന്നെ കട്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യുന്നത് പോലെ നമുക്ക് കിട്ടും. അല്ലെങ്കിൽ അവിടെയൊക്കെ ഭയങ്കര റിങ്കിൾസ് ആയിരിക്കും. അപ്പോൾ എല്ലാവർക്കും അങ്ങനെ ഒരു കുർത്തി ഇടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് സ്ലീവ് വെട്ടണം. സ്ലീവ് വെട്ടാൻ നമ്മൾ ഓൾറെഡി സ്ലീവ് അതിൻ്റെ അകത്ത് നിന്ന് അഴിച്ചെടുത്തതാണ്. അപ്പോൾ നമ്മൾ ബൈസെപ്പ് അളന്നെടുത്തിട്ട് ആ ബൈസെപ്പിൽ മാത്രം നിങ്ങൾ വെട്ടിയാൽ മതി. അല്ലാതെ ഇതിൽ തന്നതടക്കം നിങ്ങളങ്ങ് വെച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമുക്ക് വലിയ കൈയുടെ അവിടെ ഭയങ്കരമായിട്ട് എന്താ പറയുക, റിങ്കിൾസും പിന്നെ ലൂസും ഒക്കെ ആവും. അപ്പോൾ അതൊന്നും വേണ്ട. നമ്മൾ കറക്റ്റായിട്ട് ആം ഹോൾ കറക്റ്റാണോ എന്ന് നോക്കാം. എന്നിട്ട് ബൈസെപ്പ് വെച്ചിട്ട് ആ അളവിൽ നമ്മൾ സാധാരണ കുർത്തിക്കൊക്കെ വെട്ടും പോലെ തന്നെ നമുക്ക് വെട്ടിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതാ കണ്ടോ, ഞാൻ ആം ഹോള് വെട്ടിയിട്ടുണ്ട്. അത് കുഴിച്ചും വെട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബാക്ക് സൈഡ് ആം ഹോള് വെട്ടി, അതിനുശേഷം ഫ്രണ്ട് സൈഡ് ആം ഹോള് ഇതാ ഫ്രണ്ട് മാത്രം ഇങ്ങനെ പിടിച്ചിട്ട് നമുക്കത് അളന്നിട്ട് കട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. നമ്മൾ സാധാരണ കുർത്തിയുടെ നമ്മൾ കുർത്തി കട്ട് ചെയ്യുകയാണെങ്കിൽ സ്ലീവ് എങ്ങനെ വിട്ടുക അതുപോലെ മാത്രമേ ഉള്ളൂ. വേറെ അധികമായിട്ട് ആലോചിക്കാനൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഓൾറെഡി ആരോ കട്ട് ചെയ്ത് തന്ന ഒരു കുർത്തി നമ്മൾ റെഡിയാക്കുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ ദാ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഫ്രണ്ട് ആം ഹോളും കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രണ്ട് ആം ഹോൾ കട്ട് ചെയ്യാതെ ചെയ്യരുത്. ഫ്രണ്ട് ആം ഹോൾ എന്തായാലും കട്ട് ചെയ്യണം. ഓക്കെ. ഞാനിതാ ഇങ്ങനെ ഫ്രണ്ടിലെത്തത് കട്ട് ചെയ്ത് വരികയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യുക ഏത് ഭാഗത്താണ് നമ്മൾ ആം ഹോള് കൈക്കുഴി കൈയുടെ വെട്ടിയതെന്ന് നോക്കാം. എന്നിട്ട് ഇതാ സാധാരണ പോലെ നമ്മൾ ഷോൾഡറിൽ വെച്ചിട്ട് കറക്റ്റാക്കി വെച്ചിട്ട് അത് സ്റ്റിച്ച് ചെയ്തെടുക്കുക, അത്രയേ ഉള്ളൂ. ഞാനിങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യാറ്. ബാക്കിൽ നിന്നാണ് സീം അലവൻസിൽ നിന്ന് ഇങ്ങോട്ടേക്ക് എടുക്കുകയാണ് സാധാരണ ചെയ്യാറ്. ഓക്കെ, ഇതാ ഞാൻ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് 2 സ്റ്റിച്ച് സ്ലീവിന് കൊടുക്കണം. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയൊന്നും ചെയ്യുന്നില്ല എന്നാണെങ്കിലും നിങ്ങളുടേതായ കുർത്തിയാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഒന്ന് റീസ്റ്റിച്ച് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഡബിൾ സ്റ്റിച്ച് എല്ലാ ഭാഗത്തും കൊടുക്കുന്നത് നല്ലതായിരിക്കും. കാരണം റെഡിമെയ്ഡ് കുർത്തിയൊക്കെ എത്ര ചെറിയ ഒറ്റ സ്റ്റിച്ചിലൊക്കെ വരുന്നതായിരിക്കും. ഓക്കെ, അതുകൊണ്ട് അതൊക്കെ ശ്രദ്ധിച്ച് ചെയ്യാം. അപ്പോൾ ഞാൻ 2 സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ രണ്ട് വശത്തെ സ്ലീവും ഞാൻ അങ്ങനെ തന്നെ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതാ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഞാൻ 2 സ്ലീവും ഞാൻ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അടുത്തത് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഷേപ്പും ചെസ്റ്റും കാര്യങ്ങളൊക്കെ അളന്നിട്ട് കറക്റ്റാക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ നമ്മൾ അതൊക്കെ സ്ലീവൊക്കെ കട്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് നേരെ ചീത്തവശത്ത് കുർത്തിയിടാം. നേരെ വെച്ചിട്ട് സാധാരണ ചെയ്യും പോലെ തന്നെ നമ്മുടെ ചെസ്റ്റ് അളന്നെടുക്കുക. അത് അവിടെ മാർക്ക് ചെയ്തിട്ട് 2 വശത്തും മാർക്ക് ചെയ്യുക. പിന്നെ ഷേപ്പിൻ്റെ ഭാഗം ഉണ്ടല്ലോ, നമ്മുടെ ഇടവണ്ണം എന്നൊക്കെ പറയുന്നത്, അതും നമുക്കതുപോലെ തന്നെ ഷേപ്പ് ചെയ്തെടുത്താൽ മാത്രം മതി. ഇതാ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് അങ്ങനെ തന്നെ. ഇനിയിപ്പോൾ സാധാരണ കുർത്തി ചെയ്യും പോലെ തന്നെയാണ്, വേറെ ഒന്നും പ്രത്യേകമായിട്ട് നമ്മൾ റെഡിയാക്കാനൊന്നുമില്ല. ഇതാ നമുക്കിത് അളന്നെടുക്കാം. നമ്മുടെ അളവനുസരിച്ചിട്ട് നമ്മൾ നോട്ട് ചെയ്തിട്ട് വെച്ചാൽ മതി. ഓക്കെ, ഇതാ മുകളിൽ നിന്ന് താഴത്തോട്ടേക്ക് സ്ലിറ്റ് വരെ നമുക്കിതാ ഇങ്ങനെ വരഞ്ഞ് എടുക്കാം. 2 വശത്തുനിന്നും വരഞ്ഞെടുക്കാവുന്നതേ ഉള്ളൂ. ഇനി സ്ലിറ്റ് കൂടി കട്ട് ചെയ്തിട്ട് റെഡിയാക്കുന്ന വീഡിയോ അത് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇനിയും ഇങ്ങനെയുള്ള വീഡിയോസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാവും. ഇനി സ്ലീവിൻ്റെ അറ്റം എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് ചെയ്യാം. എന്നിട്ട് ഇതുപോലെ
റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അവിടെ കറക്റ്റ് നമ്മൾ അളന്നെടുത്ത വരച്ചെടുത്ത അളവിൽ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയും ഈസി ആൻഡ് സിമ്പിളായിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള കുർത്തി നമുക്ക് വെയർ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് പലരുടെയും എന്നല്ല, എൻ്റെ തന്നെ ഞാൻ കുർത്തി വാങ്ങുമ്പോഴും അങ്ങനെ തന്നെയാണ് ഉണ്ടാവുക. ഷോൾഡറിൻ്റെ ഇടയ്ക്കും ആം ഹോളിൻ്റെ ഇടയ്ക്കൊക്കെ ഭയങ്കരമായിട്ട് ഷോൾഡറൊക്കെ താണിട്ടാണ് ഉണ്ടാവുക. അങ്ങനത്തെ പ്രോബ്ലംസൊക്കെ വന്നിട്ടുണ്ടാവും. അപ്പോൾ ഞാനത് അഴിച്ച് മാറ്റി ചെയ്യാറാണ് പതിവ്. എന്നാലേ എനിക്ക് ഇട്ട് കഴിഞ്ഞാൽ എനിക്കൊരു റെഡിയാവും, അല്ലെങ്കിൽ എന്തോ പോലെ ഉണ്ടാവും അവിടെയൊക്കെ ആം ഹോളിൻ്റെ ഇടയ്ക്കൊക്കെ. അപ്പോൾ അതാണ് ഞാൻ നിങ്ങൾക്കും ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. എല്ലാവർക്കും പുറത്ത് പോയിട്ട് ചെയ്യുമ്പോൾ കുറച്ച് നല്ല പൈസ കൊടുക്കേണ്ടി വരും. അപ്പോൾ സ്വന്തമായിട്ട് വീട്ടിൽ മെഷീനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഒന്ന് ക്ഷമയുണ്ടെങ്കിൽ നമുക്കിതൊക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ. വെറുതെ പൈസ കൊടുത്തിട്ട് ബുദ്ധിമുട്ടാവേണ്ട. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഞാൻ 2 വശത്തും കംപ്ലീറ്റായിട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഡബിൾ സ്റ്റിച്ച് കൊടുക്കാൻ നോക്കുക. ഓക്കെ, അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യുക. ഓക്കെ, ബൈ.